ഇതാടാ ഇവിടെ രാവിലെ ഒരു ബഹളം. ഇതാടാ കയ്യില് കുപ്പിയൊക്കെ ആയിട്ട്. പെട്രോൾ മേടിക്കാൻ കുപ്പിയില് പെട്രോൾ വാങ്ങിച്ചിട്ട് അതിപ്പം പിള്ളേരെ കത്തിക്കാനാടാ. ഒരു ക്വാർട്ടറിനെങ്കിലും. ക്വാർട്ടർ മേടിക്കാണ്. ഇത് ബിവറേജ് ആണോ? കൊളപ്പുള്ളി അപ്പന്റെ പെട്രോൾ പമ്പ്. അതെ, ഈ കൊളപ്പുള്ളി അപ്പന്റെ കണ്ണിന്റെ ഭാഗത്തെ ഒരു മുറിവുണ്ടല്ലോ, അതെന്ത് പറ്റിയതാ? സമൂസ തിന്നപ്പോ അതിന്റെ കോണ കയറി വരഞ്ഞത്. കോണാ അവിടെ നിന്ന് അപ്പനതാ വരുന്നല്ല പറഞ്ഞു പോലെ. നിങ്ങളപ്പനാ? എന്റെ അപ്പനല്ല, കൊളപ്പുള്ളി അപ്പൻ. ഏതാടാ ഈ ചെറ്റ പരീക്ഷകൾ? മണിമംഗലത്ത് നിന്ന് പെട്രോൾ വാങ്ങാൻ വന്ന ചെറ്റകൾ. നീണ്ട 16 കൊല്ലം നെറ്റി വളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വരെ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. കണിമംഗലം ട്രാവൽസിന്റെ നാശം അത് പൂർണ്ണമാകട്ടെ എന്നിട്ട് ആലോചിക്കാൻ പെട്രോൾ കൊടുക്കുന്ന കാര്യം. കിടുക്കാച്ചി. ഈ വാശിയും വൈരാഗ്യം നിർത്തിയിട്ട് അപ്പൻ ഇനിയെങ്കിലും ഈ കണ്ണൊന്ന് തുറക്കണം. അങ്ങേരെ കണ്ണ് തുറക്കാൻ പറ്റൂലോ എന്ന് അറിഞ്ഞിട്ട് അങ്ങേരെ കളിയാക്കണടാ പുല്ല. തുടരുതന്നെ, ഞങ്ങൾക്ക് ചോദിക്കാൻ ആളുണ്ട്. നിന്നൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിന്റെ പുറകിൽ ആരോ ഉണ്ടെന്ന്. ഏതാ വിശ്വരൂപം? കണിമംഗലം ട്രാവൽസിന്റെ ഡ്രൈവർ, ഞങ്ങളുടെ ആറാം ഡ്രൈവർ. സംഭവം കൊള്ളാൻ വർമ്മ സാറേ. ചെറിയൊരു പ്രശ്നം. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. എന്താ കൗണ്ടറെ നാട് റോട്ടിൽ അടി വാങ്ങണേ? സവാരി ഗിരിഗിരി പടം മാറിപ്പോയി. ശംഭോ മഹാദേവ. കറക്റ്റ്. കൈവിട്ട ആയുധവും വായിലിട്ട പഞ്ഞിമുട്ടായും ഒരുപോലെയാണ്. തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഓർത്താൽ നന്ന്. ആരാ നീ? ജഗന്നാഥൻ എന്നാണ് എൻ്റെ പേര്. ഈ കണിമംഗലത്തിൽ നിന്ന് വരികയാണ്. കുറച്ച് പെട്രോൾ കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങൾ പെട്രോൾ പുറത്തു കൊടുക്കാറില്ല. ഇതൊരു ട്രസ്റ്റ് ആണ്. അല്ലെ, ട്രസ്റ്റ് എന്ന് പറയുമ്പോ ഞാനും എൻ്റെ ആളും ആ 40 പേരും. ഈ അതൊരു പാട്ടല്ലേ? അങ്ങനല്ല, അപ്പനും ഞാനും സുഭദ്ര ചിറ്റപ്പയും മാത്രം. അതെ, ഞാൻ ഈ കണിമംഗലത്തിന്റെ ഡ്രൈവറൊന്നുമല്ല. ഞാൻ സത്യം പറഞ്ഞ ഒരു ആക്രി കച്ചവടക്കാരനാണ്. അപ്പം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എവിടെ കേക്കാൻ? പണ്ട് ഇങ്ങനെ സഹോദരൻ ആരെങ്കിലും കഥ പറഞ്ഞ അപ്പോഴുറങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആക്രി കച്ചവടക്കാരനാണ് ഞാൻ. ഈ കുറച്ച് പെട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ കൊണ്ടുവന്ന് കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ടിട്ട് ഈ ബസ് അങ്ങോട്ട് കത്തിക്കും. എന്നിട്ട് കുറച്ച് ബംഗാളികളൊക്കെ വിളിച്ചിട്ട് തല്ലി പൊളിച്ച് കമ്പി പാര അങ്ങനെയുള്ള സാധനങ്ങൾ തകിടെല്ലാം വേറെ വേറെ കിട്ടും. പിന്നെ ഈ പൊളിക്കുമ്പോൾ ഈ പഴയ വണ്ടിയല്ലേ, നല്ല എൻജിൻ കിട്ടിയ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പനൊന്ന് കനിയണം പ്ലീസ്. നീ ധൈര്യമായിട്ട് വയ്ക്കോ. പെട്രോൾ ഞാൻ എത്തിക്കാം. ഓക്കെ, ഇത് അപ്പന്റെ വാക്കാണ്. ഓക്കെ, താങ്ക്സ്. ബാ.